ഹലോ, അമ്മയുടെ സ്റ്റൈലിൽ നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയല്ലോ. അമ്മ ഉണ്ടാക്കുന്ന പോലെ അമ്മയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള, കരിയാപ്പില, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. അതൊന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൊടിക്ക് ഉപ്പോ ഇവിടെ ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് ഇളക്കണം. അത് കഴിഞ്ഞ് ഇച്ചിരി മുളക് പൊടി ഇട്ടിടണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇഷ്ടമില്ലാത്തവരിടണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പൊടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് നല്ലപോലെ വഴണ്ടി വരും. ഉള്ളിക്കറി, മുട്ടക്കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും പല പല ഇഷ്ടങ്ങളാണല്ലോ. അപ്പം അത് നല്ലപോലെ വഴണ്ട് വരാൻ നമുക്ക് സ്പീഡൊന്ന് കൂട്ടി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലോയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചും അടയ്ക്കാം. അത് കഴിഞ്ഞ് പുഴുങ്ങിയ മുട്ട ഒന്നിങ്ങനെ ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തതിന് ശേഷം അത് നമുക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന സവാള കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി എരിവ് കുറവുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ലോണം ഇളക്കി ഒരു 5 to 8 minutes വരെ ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്കത് വീണ്ടും അടച്ചു വെക്കാം. ഇനി അത് വീണ്ടും ഇളക്കി നല്ല പരുവത്തിൽ യോജിപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഉപ്പ് കുറവുണ്ടോ കൂടുതലുണ്ടോ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എല്ലാം ചെയ്യാൻ. ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം നല്ലോണം. ഇനി പുഴുകിയ മുട്ട ഇട്ട് വെച്ചിട്ട് ഈ വഴറ്റിയ കൂട്ട് നമുക്കൊന്ന് പൊതിഞ്ഞങ്ങ് വെക്കാം. അപ്പം അതിൻ്റെ ആ മസാലയുടെ ഫ്ലേവർ ഇല്ലാന്നില്ല അങ്ങ് ശരി. ഓക്കെ, അപ്പോൾ റെഡിയായി നമ്മളുടെ മുട്ടക്കറി. കറിയായിട്ട് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം, അതല്ല ഡ്രൈ റോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓക്കെ, ബൈ.